മക്കളെ 2 മാസങ്ങൾക്ക് 3 10th ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ് PSയുടെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്നത്. 1 കമ്പനി ബോർഡ് LGS, 2 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, 3 ബിവറേജ് ജ്വല്ലറി. നിങ്ങൾക്കറിയാവോ ഇതിൽ 2 നോട്ടിഫിക്കേഷൻസ് കോർ ഗവൺമെന്റ് സെക്ടറിലേക്കല്ല നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത്. അതിൽ 2 നോട്ടിഫിക്കേഷനകത്ത് പെൻഷനുള്ള സാധ്യതയും കുറവാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ. അതായത് ഒരു എക്സാമിന് പഠിക്കുമ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ, എത്ര നിയമനങ്ങൾ നടക്കും, ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, അതോ പഠിച്ചാൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് മാത്രം കിടക്കോ, അങ്ങനെയൊക്കെ അറിഞ്ഞ് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഈ 3 നോട്ടിഫിക്കേഷൻസിന്റെ പ്രോസും കോൺസും എല്ലാം പറയാം. അവസാനം നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾക്ക് ഏത് ജോലിയാണ് വേണ്ടത്, അതിനുവേണ്ടി ഒന്ന് എഫേർട്ട് കൊടുക്കും. മക്കളെ, ഇതിൽ 1ാമത്തെ നോട്ടിഫിക്കേഷൻ ബിവറേജ് ജ്വല്ലറിയാണ്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ അടിപൊളി സാലറി ആണ്. അതായത് ഒരു ദിവസം ഏതാണ്ട് 425 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. റീസൺ, രാവിലെ 10 മണി മുതൽ 9 മണി വരെയാണ് ഔട്ട്ലെറ്റിന്റെ സമയം വരുന്നത്. സോ 4 മണിക്കൂറിന്റെ എക്സ്ട്രാ പേയ്മെന്റ് എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ബോണസ് നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിലധികം എമൗണ്ട് ആണ് നിങ്ങൾക്ക് ബോണസ് കിട്ടാൻ പോകുന്നത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നിയമനം വളരെ കുറവാണ്. ഒരു ആദ്യം 200 റാങ്കിനകത്ത് നിങ്ങൾക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ, മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു ജോലി. മാത്രമല്ല ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ പെൻഷന്റെ കാര്യം EPF ആണ് അവിടെ ഉള്ളത്. അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. 2ാമത്തെ ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ്. പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ കോർ ഗവൺമെന്റ് സെക്ടറിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. അതായത് ബിവറേജ് ജ്വല്ലറി നോക്കുകയാണെങ്കിലോ കമ്പനി ബോർഡ് LGS ഒക്കെ നോക്കുകയാണെങ്കിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. പക്ഷേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അങ്ങനെയല്ല, കോർ ഗവൺമെന്റ് സെക്ടറിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. ദെൻ പെൻഷൻ തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും അവിടെയുണ്ട്. ഇനി അതിന്റെ നെഗറ്റീവിലേക്ക് വരുമ്പോൾ അവിടെ നിയമനം മോഡറേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് 14 ജില്ലകളിലും കൂടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് ആണ്. ഓരോ ജില്ലയ്ക്കും ഓരോ ലിസ്റ്റാണ് വരുന്നത്. സോ 14 ജില്ലകൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1000-ലധികം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ടി വരും. ഓരോ ജില്ലയ്ക്കും ഓരോ ലിസ്റ്റ് തന്നെയാണ്. ഇനി ഇതിന്റെ മറ്റൊരു നെഗറ്റീവിലേക്ക് നമ്മൾ പോയാൽ പ്രൊമോഷൻ ചാൻസ് ഇച്ചിരി കുറവാണ് കേട്ടോ. ഓക്കെ, അതായത് ഒരു ഓർഡറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് നിയമനം നടക്കുന്നത് ബിവറേജ് ജ്വല്ലറിയാണ്. നന്നായിട്ട് നിയമനം നടക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. ഒരുപാട് നിയമനം നടക്കുന്നത് കമ്പനി ബോർഡ് LGS ആണ്. അങ്ങനെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഇനി 3ാമത്തെ നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് LGS ആണ്. ഞങ്ങൾ ഏറ്റവും അധികം റെക്കമെൻഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ. എന്തുകൊണ്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു, ആദ്യം ഇതിന്റെ പ്ലസ് പറയാം. മക്കളെ, ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ്. അതായത് 3500 പ്ലസ് നിയമനങ്ങൾ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റും. മാത്രമല്ല ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിംഗ് കൂടെയാണ്. ഇനി ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ്, മലയാളം, ഇതൊക്കെ അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. കാരണം സിലബസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഇല്ല. 80 മാർക്ക് GK, 20 മാർക്ക് മാത്സ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ബാക്കി ഏതൊരു LGS പരീക്ഷ നിങ്ങൾ എടുത്താലും അവിടെ ഡിഗ്രിക്കാർക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. പക്ഷേ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ ഡിഗ്രിക്കാർക്കും എക്സാം എഴുതാനായിട്ട് പറ്റും. ഇത്രയുമാണ് പ്രത്യേകത. പിന്നെ അടിപൊളിയായിട്ട് സാലറിയും ഉണ്ട്. ബാക്കി ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ മൈനസ് എന്ന് നമുക്ക് നോക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് നിയമനം കിട്ടുന്നത്. അതായത് വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, ബെവ്കോ ആയിക്കോട്ടെ. അപ്പൊ അതേപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പെൻഷൻ EPF ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനത്തിലാണ് നിയമനം, കോർ ഗവൺമെന്റ് സെക്ടർ അല്ല. ഞാൻ EPF ആണ് പെൻഷനായിട്ട് വരുന്നത്. ഈ 2 ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ നിയമനം പക്കയാണ്. 3 നോട്ടിഫിക്കേഷൻ തന്നെ പ്ലസും മൈനസും എല്ലാം നിങ്ങൾ അറിഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ എന്ത് തീരുമാനിച്ചു, ഏത് നോട്ടിഫിക്കേഷന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു സാധനം മനസ്സിലാത്ത് വന്നില്ലേ, വരട്ടെ, നിൽക്കും. ഞാനൊന്ന് പറയുന്നു നിങ്ങളെ, നിങ്ങൾ എന്തിനാണോ ഒരു നോട്ടിഫിക്കേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ, ഒരു എക്സാം മാത്രമേ ഞാൻ എഴുതത്തുള്ളൂ, അതിൽ തന്നെ കയറിപ്പോവും? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എന്ത് വേണം സംഭവിക്കാം, മനുഷ്യരാണ്. ചിലപ്പോൾ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്ത് പഠിക്കുമ്പോൾ ഒരു OMRൽ ഒരു ബബിള് മാറിക്കറുപ്പിച്ച തീരാവുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 3 എക്സാമിന് വേണ്ടി ഒരുമിച്ച് പഠിച്ചോളാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം എനിക്ക് ഏത് ജോലിക്ക് കയറി പോകണം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ 3 നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ഒരു കോമൺ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഈ 3 നോട്ടിഫിക്കേഷൻസിന്റെ അല്ലെങ്കിൽ 3 പരീക്ഷകളുടെ കണ്ടന്റ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾ നൽകുന്ന ഫീസ് ഒരു എക്സാമിന് വേണ്ടി മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകണം. അത് 3നും നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് പഠിക്കണം, നന്നായിട്ട് വർക്ക് ചെയ്യും, നന്നായിട്ട് പഠിക്കുക. ഇനിയും സമയം കിടപ്പുണ്ട്. കമ്പനി ബോർഡ് LGS ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് 3500 പ്ലസ് നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ്. വർക്ക് ചെയ്തോ 2027 ആദ്യം നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. 8281223366. അല്ല എങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് പഠിച്ചു തുടങ്ങിക്കും. ചരിത്രം നിങ്ങൾ മാറ്റും, നിങ്ങളുടെ ഭാവി നിങ്ങൾ നിർണ്ണയിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. എഫേർട്ട് കൊടുത്തോ.
2027 ഫസ്റ്റ് നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാം. അപ്പോൾ ക്ലാസ്സിൽ കാണാനല്ലേ.